നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ഫുട്ബോൾ ടീമിൻ്റെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന വിവരമനുസരിച്ച് 4 കോച്ചുമാരെയാണ് ബ്രസീൽ ടീം പരിഗണിക്കുന്നത്. CBF പരിഗണിക്കുന്നത്. 4 പേരും വിദേശ കോച്ചുമാരാണ്. 4 വിദേശ കോച്ചുമാർ. അതിലാരായിരിക്കും ബ്രസീൽ ടീമിൻ്റെ കോച്ച് എന്നുള്ളത് അറിയാൻ ഇനിയും കാത്തിരിക്കണം. പക്ഷെ അത് 4 വിദേശ കോച്ചുമാർ ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തത ഇപ്പോൾ ഗ്ലോബോ നൽകുന്നുണ്ട്. ജേർണലിസ്റ്റ് ആൻഡ്രെ റൈസിക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഹോസെ മൊറീഞ്ഞോയുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബാക്കി പേരുകൾ നമ്മൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകൾ തന്നെയാണ്. കാർലോ ആഞ്ചലോട്ടിയുടേതും ഹോർഗെ ഹീസസിൻ്റേതും ആബേൽ ഫെരീറയുടെയും പേരുകളാണ് ബാക്കി. അപ്പോൾ ഹോസെ മൊറീഞ്ഞോ നമുക്കറിയാം തുർക്കിയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫെനർബാഷെ വേഴ്സസ് ഗാലറ്റസറായി പോരാട്ടം, തുർക്കിഷ് കപ്പ് പോരാട്ടത്തിന് ശേഷം എതിർ കോച്ചിൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ മാന്തിപ്പറിച്ചൊക്കെ നിന്ന് വിവാദത്തിൽ നിൽക്കുന്ന ഘട്ടമാണ്. അദ്ദേഹം തുർക്കിയിൽ തുടരുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഗ്ലോബോ ആൻഡ്രെ റൈസിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. 4 പേര്: ആബേൽ ഫെരീര, കാർലോ ആഞ്ചലോട്ടി, ഹോർഗെ ഹീസസ് ആൻഡ് ഹോസെ മൊറീഞ്ഞോ. ഈ 4 പേരെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ കൺഫേം ചെയ്യുന്നു 4 പേരുകൾ. CBFൻ്റെ ടേബിളിൽ ഇപ്പോൾ 4 പേരുകളാണുള്ളത്. 4 പേരുകൾ തീർച്ചയായിട്ടും ഫേവറേറ്റ്സ് ആണ്. ഈ 4 പേരുകളും അവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ഹോർഗെ ഹീസസ് ആണ്. പ്രധാനപ്പെട്ട പേര് അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹമാണ് കോച്ചാവാൻ ഏറ്റവും അധികം സാധ്യത. പക്ഷേ ഹീസസ് കൂടാതെ ആബേൽ ഫെരീര, കാർലോ ആഞ്ചലോട്ടി എന്നിവരുമുണ്ട്. കൂടാതെ ഒരു ന്യൂ അഡീഷൻ ഉണ്ട്. അത് ഇതുവരെ ആരും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. ആ പേര് അത് ഹോസെ മൊറീഞ്ഞോയുടെ പേരാണ്. സോ അദ്ദേഹത്തിൻ്റെ പേരും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ആൻഡ്രെ റൈസിക്ക് പറഞ്ഞു. അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കാർലോ ആഞ്ചലോട്ടി ഇറ്റലിക്കാരനാണ്. ബാക്കി 3 പേരും ആബേൽ ഫെരീറയാണെങ്കിലും അതുപോലെ ഇപ്പം ഹോസെ മൊറീഞ്ഞോ ആണെങ്കിലും ഹോർഗെ ഹീസസ് ആണെങ്കിലും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ 3 പോർച്ചുഗീസ് കോച്ചുമാരും ഒരു ഇറ്റാലിയൻ കോച്ചുമാണ് ഇപ്പോൾ CBFൻ്റെ പരിഗണനയിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കാർലോ ആഞ്ചലോട്ടിയെ തന്നെയാണ് എഡ്നാൾഡോ റോഡ്രിഗസിന് കൂടുതൽ താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അതോടൊപ്പം ഹോർഗെ ഹീസസിൻ്റെ കാര്യത്തിൽ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം അൽ ഹിലാൽ വിടുകയാണെങ്കിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചാക്കുക എന്നുള്ളതാണ് CBFൻ്റെ പ്ലാന്. അതിന് വിരുദ്ധമായിട്ടുള്ള ചില വാർത്തകൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ബ്രസീലിയൻ മാധ്യമങ്ങൾ അത് അങ്ങനെ അങ്ങ് റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾ ജൂൺ മാസത്തിലുണ്ട്. ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയൊക്കെ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ജൂലൈ മാസമാകും. അപ്പോൾ ജൂൺ മാസത്തിലെ മത്സരങ്ങൾക്ക് ഒരു ഇൻട്രീം കോച്ചിനെ വെക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് CBF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസമാകുമ്പോഴേക്കും കോച്ചിനെ പ്രഖ്യാപിക്കണം. ജൂണിലെ മത്സരങ്ങൾക്ക് ഫുൾ ടൈം കോച്ച് തന്നെ ഉണ്ടാകണം എന്നാണ് CBFൻ്റെ താല്പര്യം എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.